ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയർടെൽ വിസിസ് ജിയോ വിസിസ് BSNL ആണ്. ഈ മൂന്നെണ്ണം ആയിരിക്കുമല്ലോ നമ്മുടെ മിക്ക ആൾക്കാരും നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന കണക്ഷൻ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്ന് കണക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ മൂന്ന് ഫോണിൽ ഞാൻ സിം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കറന്റ് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ പ്ലാൻ ചാർജ് കൂടാൻ പോവാണ്. കുറച്ച് കാലം മുമ്പ് കൂടിയുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ജിയോയും എയർടെലും അവരുടെ ചാർജൊക്കെ കൂട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് മിനിമം നമുക്കൊരു മാസത്തേക്ക് 250 രൂപയ്ക്ക് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ 100 രൂപ കൂടി 349 രൂപയ്ക്ക് ചെയ്യണം, അല്ലെങ്കിൽ 399 രൂപയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇത് കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ചിലവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ BSNL എടുത്തിട്ടുണ്ട്. എൻ്റെ ആക്ച്വലി സെക്കൻഡറി സിം BSNL ആണ്. പക്ഷേ BSNL നമുക്ക് 5G ഇല്ലല്ലോ, അതാണൊരു പ്രോബ്ലം. കമ്പാരിറ്റീവ്ലി ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന പ്ലാനും അതുപോലെ തന്നെ ജിയോയിലായിക്കോട്ടെ എയർടെൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ് എടുത്തുള്ളൂ, എയർടെൽ ആയിക്കോട്ടെ BSNL ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്ന പ്ലാൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോർമലി എല്ലാ ഡെയിലി ഈ ഡാറ്റ ഉള്ള പ്ലാനൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ വൻ നഷ്ടമാണ്. അതൊന്നും നമുക്ക് ഒന്നാമത് ആവശ്യമില്ല. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഫൈബർ സംഭവ കണക്ഷൻസ് ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതൊന്നും എടുക്കാറില്ല. വൻ നഷ്ടം എന്ന് പറഞ്ഞാൽ വൻ നഷ്ടമാണ്. പോരാ തന്നെ അവരിങ്ങനെ ഇനിയിപ്പോൾ എല്ലാ മാസം കൂടും ചാർജ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാർജ് കൂടുന്നു. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചാർജ് കൂടിയുള്ളൂ. അപ്പോൾ ആദ്യം കൂടാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് ഇറങ്ങാണ്ട് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുറങ്ങി എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്കുകൾക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ നോർമലി ചെയ്യാറുള്ള പ്ലാൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ജിയോയിൽ ചെയ്യാറുള്ളത് 449 അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. 449 450, അതായത് 60 ദിവസം 50 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി കിട്ടും. എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവരത് പ്രൈസ് കൂട്ടിയതാണ്. ഇപ്പോൾ ഇത്രയും കാലം അത്രയും പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് എനിക്ക് ആ പ്ലാൻ ഓർമ്മയില്ല. ആ റേഞ്ചിലാണ് 300. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. 359 തോന്നുന്നുണ്ട്. അതായത് നമുക്ക് ഡെയിലി പ്ലാൻ ഇല്ല. വോയിസും ഡാറ്റയും വോയിസും SMS മാത്രമേ ഉള്ളൂ ഈ പ്ലാനിൽ. കുറച്ച് കാലം മുമ്പ് വരെ ഈ സെയിം പ്ലാനിൽ നമുക്ക് 6 GB ഡാറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ അതവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ അത് മാത്രമേ ചെയ്യാറുള്ളൂ. നമുക്ക് 84 ദിവസം കൊണ്ട് സാധനം കിട്ടാറുണ്ട് ഇവിടെ ജിയോ ആപ്പ്. ആവശ്യമുള്ളപ്പോൾ ഒരു സാധനം കിട്ടില്ല. അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ BSNL ആണെങ്കിൽ ഞാൻ നോർമലി BSNL അവർ കുറേ പ്ലാനൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു 250 രൂപ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ 10-60 ദിവസം നമുക്ക് വാലിഡിറ്റി കിട്ടും. അത്യാവശ്യം ഡാറ്റ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇത് ഡാറ്റ കിട്ടും ചെയ്യും, കോളും കിട്ടും ചെയ്യും. പക്ഷേ അത് അവർ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഞാനിപ്പം എല്ലാ മാസം ചെയ്യാനുള്ളത് 150 രൂപയുടെ സാധനം ചെയ്യാറ്. ഒരു മാസം നമുക്ക് വാലിഡിറ്റി കിട്ടും. 190 അല്ല, സോറി 197 രൂപ ചെയ്യാറ്. 54-55 ദിവസം കൊണ്ട് വാലിഡിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതിൽ ചെയ്യാറുള്ളത് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ സിമ്മുകളാണ് കേട്ടോ. എൻ്റെ മെയിൻ സിം ഈ സിമ്മാണ്. BSNL പിന്നെ നമുക്ക് ഈ സിം പണിയാണല്ലോ. BSNL ഈ സിം അല്ല, ബാക്കിയെല്ലാം ഈ സിമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലാൻ എവിടെ കാണാം? വ്യൂ പ്ലാൻ. ജിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് 448 രൂപയുടെ പ്ലാനാണ് കേട്ടോ. ഇതിൽ നമുക്ക് 1000 SMS കിട്ടും. വോയിസ് അൺലിമിറ്റഡ് ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 10-80 സംതിങ് വാലിഡിറ്റിയും കിട്ടും. നമുക്ക് വാലിഡിറ്റി മാത്രം മതി. എനിക്ക് ആക്ച്വലി ഡാറ്റയൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തായാലും വീട്ടിലെല്ലാവർക്കും ഫൈബറും കാര്യങ്ങളൊക്കെ കിട്ടണം. ഓഫീസിലുണ്ടെങ്കിൽ ഓഫീസിലുണ്ട്. അപ്പോൾ നമുക്കൊരു ആവശ്യമില്ല. പിന്നെ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡാറ്റ പാക്കിൽ ചെയ്യും. ഇപ്പോൾ 100 രൂപയ്ക്കാണ്ട് 5 GB ഉണ്ട് ഡാറ്റ ഉണ്ട് വാലിഡിറ്റി വരുന്നവരെ. അത് ചെയ്താലും മതി, നമുക്കത് കഴിയുന്നില്ല. അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ മറ്റേ ഡെയിലി പാക്കൊക്കെ വൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നല്ലൊരു നമ്മുടെ ബഡ്ജറ്റ് കയറുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാനാണ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ മറ്റേ ഡെയിലി ഡാറ്റാസ് വരുന്ന 1 GB ഡെയിലി 2 GB ഡെയിലി ആ പരിപാടി ഞാൻ ചെയ്യാറേ ഇല്ല. വൻ നഷ്ടം എന്ന് പറഞ്ഞാൽ വൻ നഷ്ടമാണ്. ഇതന്നെ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്ത് കഴിയാറില്ല, അത് വേറെ കാര്യം. പിന്നെ ഡാറ്റാസ് അത്രയും യൂസേജ് ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നഷ്ടമാണ് സാധനം. എല്ലാവരും വീട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ ഫൈബറില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നു. ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ പോരാത്തതിന് ഇപ്പോൾ മിക്ക ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ എനിക്കൊക്കെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ ഫൈബർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെയിലി ഡാറ്റ പാക്ക് എടുക്കുന്നത് വൻ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എയർടെലിൻ്റെ പ്ലാന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജിയോൻ്റെ പ്ലാനായിട്ടും കുറച്ച് പ്രൈസ് കൂടുതലാണ്. സെയിം പ്ലാൻ തന്നെ ചിലപ്പോൾ 50 രൂപ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ എയർടെല്ലായിരുന്നു പണ്ട്. ഈ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി നമ്പർ എന്ന് പറയുന്നത് എയർടെല്ലായിരുന്നു. പിന്നെ അത് BSNL മാറ്റി, പിന്നെ അത് ഞാൻ ജിയോയിലേക്ക് മാറ്റി. അങ്ങനെ ജിയോയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വേറെ അതൊന്നും ഇല്ലോ. പിന്നെ എൻ്റെ സെക്കൻഡറി സിം BSNL ഉണ്ട്. BSNL ഞാൻ ചെയ്യാറുള്ളത് 197 രൂപയുടെ പ്ലാനാണ്. അവരും ഇപ്പോൾ മുമ്പ് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, 250 രൂപ ഉണ്ടായിരുന്നൊരു പ്ലാൻ. നല്ല പ്ലാനായിരുന്നു.
80 ദിവസം കൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നു, അതൊക്കെ അവർ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത് 54 ദിവസത്തേക്കാവും, 197 രൂപയാണ് പ്ലാൻ ചെയ്യാറ്. ഇപ്പോൾ വേറെ രക്ഷയില്ല നമുക്ക്. ഇപ്പോൾ വലിയ ഹെവി പ്ലാനൊന്നും ആവശ്യമില്ല നമുക്ക്. മൾട്ടിപ്പിൾ സിം ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഡാറ്റാസിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും പിന്നെ നഷ്ടം കാര്യമില്ല. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു എയർടെലിൻ്റെ സിം നമ്മുടെ ഈ മോട്ടോറോയുടെ ഫോണിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് 299 രൂപയുടെ നോർമൽ പ്ലാനാണ്. ഇത് ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ, ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല. എന്ന് വെച്ചാൽ എയർടെൽ കുറച്ച് എനിക്ക് ഷോക്കായിട്ട് തോന്നിയത്. ഞാൻ കാണിച്ചു തരട്ടെ സ്പീഡ് ടെസ്റ്റ്, രണ്ടും 5G തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ജിയോ 5Gയുടെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ജനുവരി 2026 അവസ്ഥയാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും. 500 MB/s ഒക്കെ ആയിരുന്നു സ്പീഡ് ഇറങ്ങിയപ്പോൾ, 600 ഇപ്പോൾ നമുക്ക് എന്താ അവസ്ഥ എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ 5G എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഞാൻ വൈഫൈ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. 5G വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ സ്പീഡ് ടെസ്റ്റ് തന്നെ നോക്കി നോക്കാം. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഞാൻ തൃശ്ശൂർ ടൗണിലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. 230 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് സ്പീഡ്, ഡൗൺലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്ലോഡ് സ്പീഡ് നമുക്ക് 5, 6 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ജിയോ 5Gയിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 241.5 നമുക്ക് ഡൗൺലോഡ് സ്പീഡ് കിട്ടിയത്. അപ്ലോഡ് സ്പീഡ് ഓൾമോസ്റ്റ് 6 തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ആ സാധനം 30 ms ആണ് ലാറ്റൻസി വരുന്നത്. അപ്പോൾ 641.5 ഡൗൺലോഡ് സ്പീഡും 6 MB/s അപ്ലോഡ് സ്പീഡാണ് ജിയോ 5Gയിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എയർടെലിലേക്ക് പോയി നോക്കാം. എയർടെൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. എയർടെൽ 5G നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ സ്പീഡ് ടെസ്റ്റ് എടുക്കാം. എയർടെൽ അത്യാവശ്യം നല്ല ഷോക്കാണ് കേട്ടോ. 114 പകുതി, ആ ജിയോയുടെ പകുതിയെ കിട്ടുന്നുള്ളൂ എയർടെൽ. അവരുടെ പ്ലാനിന് ചാർജ് കൂടുതലാണ്. എന്താണ് ഈ അവസ്ഥ? അവർക്ക് ട്രൂ 5G ഒന്നും ഇല്ല കേട്ടോ. അവർ ചുമ്മാ അഡ്വർടൈസ്മെന്റ് അൺലിമിറ്റഡ് വാങ്ങാന്നൊക്കെ പറഞ്ഞ് കുറേ സ്പാം നടത്തുന്നുണ്ട് എയർടെൽ. ഞാനിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഉണ്ടില്ലേ 124.3 GB MB/s മാത്രമേ അതിൻ്റെ ഡൗൺലോഡ് സ്പീഡ് വരുന്നുള്ളൂ. അപ്ലോഡ് ആകുമ്പോൾ 7.58. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. ഇത് ലാറ്റൻസി വരുമ്പോൾ 45 ms ആണ് ലാറ്റൻസി വരുന്നത്. അത് എയർടെലാണ് ഇനിയിപ്പോൾ തെറ്റിയിരിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്നുണ്ടായിരിക്കും, കണ്ടു എയർടെൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ എൻ്റെ ആക്ച്വലി നമ്മുടെ പിക്സൽ 10 ജനുവരി അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഗൂഗിളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ചാറ്റ് ചെയ്യാൻ പറ്റും പിക്സലിൽ, ലേറ്റസ്റ്റ് പിക്സലിൽ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ, ഞാനിതിൻ്റെ വൈഫൈ ഒന്ന് ഓഫ് ചെയ്യട്ടെ. വൈഫൈ ഓഫ് ചെയ്തിട്ട് നമുക്ക് LTE ആണ് വരുന്നത് കണ്ടോ, BSNL ആണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് നോക്കി നോക്കാം. ഇതാണ് BSNL 4Gയുടെ സ്പീഡ് ടെസ്റ്റ് വരുന്നത്. 7-8 മറ്റേൻ്റെ അപ്ലോഡ് സ്പീഡൊക്കെയാണ് നമുക്ക് ഇതിൽ ഡൗൺലോഡ് സ്പീഡായിട്ട് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ സുഖമായിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 6 ഡൗൺലോഡ് സ്പീഡും 2-3 ആയിട്ട് അപ്ലോഡ് സ്പീഡാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് BSNL അവസ്ഥ. അപ്പോൾ BSNLക്ക് ഇത് ഗവൺമെൻറ് കമ്പനിയാണല്ലോ. അപ്പോൾ ഈ സാധനമൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഇപ്പോൾ നമ്മുടെ വേറെ പുറത്തത്തെ കമ്പനീസ് പോലെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ ഏറ്റവും ടോപ്പായിട്ട് വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കും ടോപ്പായിട്ട് വരിക. അങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കുത്തകളുടെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. BSNL 5G സംഭവമൊക്കെ നല്ല പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാവില്ലല്ലോ. എന്ന് വെച്ചാൽ ഇവർ അതിൻ്റെ അണ്ടറിലാണല്ലോ. അംബാനിയാണല്ലോ ഉമ്മാരെയൊക്കെ കാശ് കൊടുത്ത് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് BSNL അവസ്ഥ കേട്ടോ. പക്ഷേ BSNL നിങ്ങൾക്ക് അത്യാവശ്യത്തേക്ക് വീഡിയോ പ്ലേ ചെയ്യാനോ അങ്ങനെ സംഭവത്തിനൊക്കെ പറ്റൂട്ടോ. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിന് പ്ലേ വരാനോ അങ്ങനത്തെ സംഭവത്തിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ മോട്ടറോള Edge 70യുടെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതാണ് കണ്ടോ പ്ലേ ആവാനതിന് സംഭവത്തിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വെച്ചരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ കാണാനും സംഭവത്തിനൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ BSNL 4Gയും ജിയോ 5Gയും എയർടെൽ 5G തമ്മിലുള്ള കമ്പാരിസൺ, സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാനും ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതോ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ പ്ലാനും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.